അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് അതിരാവിലെ എത്തിയിട്ടുള്ളത് എടപ്പാൾ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ നടുവട്ടം അയലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നോക്കി പ്രകൃതി മനോഹാരിത തുറമ്പുന്ന ഒരു സ്ഥലമുണ്ട് പറഞ്ഞിട്ട് കൊണ്ടാണ്. അപ്പോൾ ഭയങ്കര വൈബാണ് കേട്ടോ. രാവിലെ വന്നാൽ ഈ ജാതി കാറ്റും ഈ തണുപ്പും ഇതൊക്കെ ആസ്വദിച്ചിട്ട് നല്ല കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് മടങ്ങാം. വരി അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം. വരി കമാൺ ഫോളോ മീ. എന്താ ഈ ശുദ്ധമായി ശ്വസിക്കണമെങ്കിൽ രാവിലെ വന്ന് ഈ ശുദ്ധമായി ശ്വസിക്കണമെങ്കിൽ നമ്മള് മക്കളെ നമ്മളെ അടുത്തുള്ള സാധനങ്ങൾ അതൊക്കെ ഒന്നും മിസ്സാക്കണ്ടേ. എന്താ സാധനം ഒരു പേരും വേണ്ട അല്ലേ. ഭയങ്കര കാറ്റിട്ടോ. വെറുതെ പ്രശ്നം. പിന്നെ ഞങ്ങള് സുബർഖാനോട് ഈ ഡ്രസ്സ് ഇടാൻ പറഞ്ഞത് മെയിനായിട്ട് ഈ ജിമ്മിന്റെ കുറച്ച് എക്യുപ്മെന്റ്സ് ഇവിടെ ഉണ്ട്. ഓപ്പൺ ജിം ഉണ്ട് ഇവിടെ. കുറച്ച് ഐറ്റംസ് ശിഷ്യപ്പെടാൻ വേണ്ടിട്ട് ശിഷ്യത്തിന് വേണ്ടിട്ട് ഈ ബർമുടയും ജിം ഡ്രസ് ഒക്കെ വന്നിട്ട് അതോടെ പെരുപ്പിക്ക് പെരുപ്പിക്കണ്ട്. സ്റ്റഡി ഓപ്പൺ ജിം ഒക്കെ വന്നു കഴിഞ്ഞാല് ആൾക്കാർക്ക് വന്നിട്ട് ഒരു മറ്റേ ഹെൽത്തി ഒന്ന് ശ്രദ്ധിക്കാനും പറ്റും ഇവിടെ വന്നാല്. അതും ചെയ്യാൻ പറ്റും. പിന്നെ നോബിലെ വയ്യാത്ത പണിക്കല്ലേ ചവിട്ടിയുടെ ചെയ്യുന്നത് സൂപ്പർക്ക് മറ്റേ മുട്ടുകാലുണ്ട ചെയ്യണ്ട്. ഇതാണൊരു ഇത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഇവിടെ വരുന്ന അയലക്കാട്. ഇവിടെ ആരാണ് MLA ആരാ? ഞാൻ ജോയി ഇപ്പൊ കയറിയല്ലേ കേട്ടില്ലല്ലോ അല്ലേ. എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ സംഭവം ചെയ്തതിന് അല്ലേ വളരെ ബിഗ് സല്യൂട്ട് തന്നേ അധികാരികൾക്ക്. ഒന്നും പറയല്ല, ഇങ്ങനെയൊക്കെ വേണേ ഹെൽത്തി സുഖം എടുക്ക് ഒന്ന് പെരുപ്പിക്കും. നിങ്ങളെന്താ ഈ ഇത്രയും എക്യുപ്മെന്റ്സ് കണ്ടിട്ട് അന്യനെ പോലെ നിക്കണേ നിക്കല്ലേ? ഇത്രയും എക്യുപ്മെന്റ്സ് പിന്നെ ഇജ്ജ് പറഞ്ഞ പോലെ കുളത്തി പിടിക്കുന്നുള്ള പേടിയില്ലല്ലോ നോബിലെ ചെല്ല്. നമുക്ക് അഥവാ ബോട്ടൊക്കെ ഓടിക്കണമെന്നുണ്ടെങ്കിലേ ഇതൊക്കെ രണ്ടോ ഇതാക്കി അതാടാ എനിക്ക് പേടിയാണ്. ജിമ്മ വന്ന് നടന്നിട്ട് ഇത്രയും എക്യുപ്മെന്റ്സ് കിട്ടിയിട്ട് നിങ്ങളത് ഇന്ന് നെയ്യില്ലാതെ കിഴുന്നിട്ടുള്ളൊരു പരിപാടി കേട്ടോ. ആപ്സിന് പഴയ 6 പാക്ക് വാർത്തെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയസ് തീർക്ക ആപ്സ് നടത്തിക്കൊണ്ടിരിക്കാന്. പണ്ട് മില്ലിൽ ചക്കാട്ടിയതിന്റെ മറ്റേ നടത്തുകയാണ്. പഴയ 6 പാക്ക് ഞാൻ വീണ്ടെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തീർക്കാം. ഇപ്പൊ 1 പാക്ക് ആയിട്ടുണ്ട്. ഞാൻ 6 പാക്ക് ശ്രമിക്കുന്നുണ്ട്. കണ്ണാറില്ലാതെ എനിക്ക് ഒന്നും നടക്കൂല. ഒന്നും ഇല്ലല്ലോ ആരൊന്നും ഇല്ലല്ലോ. പൊന്നാനി അല്ലേ ബെഞ്ച് പ്രസ് ഒക്കെ ഉണ്ട്. ഒരു മൊബൈൽ ഇവിടെ അതാണല്ലേ. അപ്പൊ ബെഞ്ച് പ്രസ് ചെയ്യാൻ പോട്ടെ ഇതിലേ. ഓക്കെ ബെഞ്ച് പ്രസ് അടിക്കാൻ പോകണ്.
വെയിറ്റില്ലടാ അഖിലേ അഭ്യാസി നിത്യാഭ്യാസി ഈ അഭ്യാസമാണ് അവനെ എന്നും ചെറുപ്പമായി നിർത്തുന്നത്. ഈ 45 വയസ്സിലും ചെറുപ്പമായി നിർത്തുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് വീട്ടിൽ ചെയ്യേണ്ടത്. അത് കണ്ട് ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് തീർക്കാം. ചേച്ചി ചേച്ചി സുബർക്ക പറ്റില്ലട്ടോ. ഇപ്പം പറഞ്ഞിട്ട് അത് നിർത്താൻ പറ്റില്ല. നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇപ്പം പറഞ്ഞോണ്ട് അത് നിർത്താൻ ഇവർക്ക് ചെയ്യുന്നു. ഒരു ഭാഗത്ത് ഇരുന്നിട്ടൊക്കെയുള്ള പരിപാടി നമുക്ക് നടക്കുള്ളൂ അല്ലേ? അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എക്യുപ്മെന്റ്സിന് കൈയൊക്കെ വെക്കേണ്ട ആവശ്യമില്ല. ഞാനൊന്ന് വെറുതെ ഇങ്ങനെ ഒക്കെ നോക്കിയാൽ നോക്കിയതിന് മസിലൊന്നും കയറൂലേ? എനിക്കൊക്കെ നോക്കി ഉരുണ്ടൊന്ന് കയറുത്ര മസിൽ അതറിയാം. എന്താ കോട്ട് കൊടുത്ത് നന്നായിട്ടല്ലേ? കോട്ട് ഇപ്പൊ ഞങ്ങള് ഈ കോട്ട് കൊടുത്ത് എത്തിക്കണ ഇപ്പൊ മഴ പെട്ടെന്ന് ഞങ്ങള് ഇതിന്റെ ഇടയിൽ പെട്ടെന്ന് മഴ പെയ്തിട്ടോ. അതുകൊണ്ടാണ് ഇതാക്കിയത്. എന്തായാലും പൊളിച്ച് ആ കൂട്ടത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഈ ചോപ്പ് കോട്ടൺ നന്നായി. പക്ഷെ പാപ്പ ഞാൻ പ്രത്യേകം പോരാ, ഇവരെ ശ്രദ്ധിച്ചാൽ മതി, എന്നെ ശ്രദ്ധിക്കുന്നത്. അതെ, എന്റെ ഒരു സൈഡ് കൂടെ ഇട്ടത്. ഞാൻ മെയിനല്ല, നൗഫലാണ് മെയിൻ. തലരി ഇടത്തുള്ളി തലയിട്ട ഒരു രസം ഡൈ ഒഴുകി പോട്ടോ. ആ ഡൈ ഇളകി പോണ്ടോ നോക്കാലോ നമുക്ക്. അപ്പൊ ഈ നിന്ന് പെയ്യുന്ന മഴയത്ത് ഒരു സാധനം പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ്? ചായ. ഈ സമയത്ത് നമ്മൾ ചായ കുടിച്ചില്ലെങ്കിൽ എന്താ? എന്നിട്ട് വൈബ് നോക്കി മഴ, എല്ലാരും അയലക്കാട് പാലം, ബസ് ചായ, പ്രോട്ടീൻ ചായ, വെക്കാതെ മൂപ്പര് തരുന്നത്. നോക്കി കൊളസ്ട്രോൾ ഗുളിക എവിടെ? അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എഗ്ഗിൽ ഇന്ന് അഭ്യം നേടിയിരിക്കണേ. ഈ വൈബിന്റെ മുമ്പിൽ എന്ത് കൊളസ്ട്രോൾ ഉണ്ടാവും? ആ മൂപ്പരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഈ വൈബ് ഉണ്ടാവുമ്പോ ആ കൊളസ്ട്രോൾ ആരും വെക്കൂല. എന്നാലും നിങ്ങളൊക്കെ പിടിച്ചിരിക്കണല്ലോ. അതാണ് അവിടെ കാര്യം. അപ്പൊ അത് നിർത്തിട്ടുണ്ടോ? ആയിട്ടില്ല. ഇത് കഴിഞ്ഞൊരു പ്രധാന ചടങ്ങ് ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇതൊന്ന് പെട്ടെന്ന് ഞങ്ങളുടെ പല വീഡിയോയിലും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പല വീഡിയോയിലും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതുപോലെ മുന്നിൽ മുന്നിൽ കിട്ടും. അപ്പണ്ട് കാണ്ട് കവർ ചെയ്യിപ്പിക്കാൻ വേണ്ടി. അപ്പൊ അവന്റെ പരിപാടി എപ്പോഴാണ്? നിങ്ങൾ എത്രയാ? വൈകിട്ടല്ലേ? വൈകിട്ടേ 3500 സിനിമ ആൾക്കാർ സിനിമ നടൻ ആൾക്കാരിലും ചെയ്യണേ. ചായ ആവറേജ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാം പിന്നെ പുഴുത്തുന്നത് നമ്മള് ശരിയല്ലോ. ചായ പുകത്തിലില്ല, ഉള്ളതല്ല പോലെ പറയാം. നമുക്ക് ആ വെള്ളിയങ്കന്റെ അവിടെ പോയപ്പോ കിട്ടിയ ഒരു ചായ പോലെ ചങ്കൂറ്റം അതെന്താ വെച്ചാൽ അത് മൂപ്പർക്ക് പനി വരില്ല എന്നൊരു ആത്മവിശ്വാസമാണ് മൂപ്പരെ നയിക്കുന്നത്. മനസ്സിലായില്ലേ?
ഒരാഴ്ച പനിച്ച് മൂപ്പരാണ് ഇപ്പൊ മറ്റേ ആത്മവിശ്വാസത്തോടെ വന്നിരിക്കാണ്. ആത്മവിശ്വാസം നമുക്ക് വേണ്ട കേട്ടോ അല്ലേ? അല്ല എന്നെ മാതിരി പേടിച്ചിട്ട് എന്താ കാര്യം? ഒരു മഴ വരുമ്പോ ആകെ പേടിച്ചു. പനി വരുമോ പോട്ടറ കാര്യത്തിലെല്ലാം തോണിയൊക്കെ ഉണ്ട് ഇവിടെ മക്കളെ നോയിക്കോളൂ. അത് കാണിച്ചെടുത്ത ആകില്ല. തോണിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു തോണി യാത്രയും നടത്താം. പക്ഷെ നൗഫലിന് നീന്താൻ അറിയാത്തോണ്ട് ഞങ്ങൾ ആ ദൗത്യം ഏറ്റെടുക്കുന്നില്ല. ഈ ക്ലാസ്സും കൊടുത്തല്ല പൈസയും കൊടുത്തല്ല അല്ലേ? ഞങ്ങക്ക് വേറൊരാൾ സങ്കല്പിക്കാൻ പറ്റില്ല ചെയ്യും. ഒരു മെച്യൂരിറ്റി ഉള്ള ഈ കാര്യത്തിൽ മാത്രമാണല്ലോ ഈ മെച്ചൂരിറ്റി തരുന്നത്. അതെ, പൈസ കൊടുക്കുന്ന കാര്യത്തിൽ എന്നെ ഭയങ്കര മെച്ചൂരിറ്റി ആണ് അല്ലേ? അപ്പൊ ഞങ്ങള് ഒരു തോണി നോക്കാൻ പോയിട്ടോ. വരി, ആ തോണിയിൽ കയറാൻ പറ്റുമോ നമുക്ക് നോക്കണം അല്ലേ? അതാ നീന്തൽ അറിയാത്ത നൗഫൽ തോണിയുമായി അംഗത്തിന് ഇറങ്ങിയിരിക്കാണ്. ഒന്നില്ലെങ്കിൽ തോണി അല്ലെങ്കിൽ നൗഫൽ, രണ്ടിലൊരാൾ. അപ്പൊ അതിലടിയില്ലേ ഇന്ന് നമുക്ക് അറിയാൻ പറ്റും. ഒന്നില്ലെങ്കിൽ തോണി അല്ലെങ്കിൽ നൗഫൽ. നൗഫൽ കയറൂ. വെള്ളം കയറില്ല പിന്നെ. അതെ, അടിപൊളി തോണിയാ. അപ്പൊ നമ്മള് അടിപൊളി ഇരുന്ന പ്രശ്നമാവൂലേ? മനോഹാരിത പ്രകൃതി അലിഞ്ഞു ചെയ്യുന്ന ഒരു സ്ഥലം അല്ലേ? ചങ്കളപ്പ് നോക്കി ഈ കായല്, അതിന്റെ നടുവിലൊരു തോണി, അതിനാണ് ഞങ്ങൾ തിരിക്കുന്നത് കേട്ടോ. നോക്ക് ഇതെന്താ സംഭവം? ആമ്പൽ ചെടികളല്ലേ? മറ്റേ ആമ്പൽ നിറഞ്ഞ ഈ തോണിനുള്ളിൽ ഒരു തോണിയും വിട്ട് ഞങ്ങൾ അതിരാവിലെ എടപ്പാൾ അയലക്കാട് വന്നിരിക്കുകയാണ്. വൈബ് സംഭവം അല്ലേ? നല്ല മഴ ഉണ്ടായിരുന്നു. ആ മഴ ഇപ്പോ ഒന്ന് കുറഞ്ഞാണ്. അപ്പൊ ഞങ്ങൾ ഈ തോണിക്കൊരു വില പറയാൻ വേണ്ടിട്ടാണ് വന്നത്. സുബേർക്ക് എന്തായിക്കണേ? അവിടെ സംസാരിച്ചാ? അതെ, ഇത് കിട്ടിയിട്ട് എവിടെ കൊണ്ടിട്ടാണിത്? അല്ല, ഇത് വാങ്ങിയിട്ട് എവിടെ കൊണ്ടിട്ടാണ്? അവിടെ പേരപ്പുറത്ത് അല്ല വല്ല ഇൻട്രസ്റ്റിന് വന്നിട്ട് നൗഫലിന്റെ വീട്ടിൽ അതാ എന്ത് ജോലി നമ്മൾ ചെയ്യേണ്ടി വരും. ഈ ഒരു തോണിയിലേക്കാണ് നമ്മളെ ഉപജീവനം. തീർച്ചയായിട്ടും മീൻ പിടിച്ചിട്ട് അല്ലേ പറയാൻ കഴിയില്ല. കാക്കിലോ ഉണക്കലൊക്കെ ഓടിക്കാൻ വേണ്ടി വരാം നമ്മുടെ വെള്ളപ്പൊക്കമുള്ള സമയത്ത്. അപ്പൊ അതാണ് ഭയങ്കര വൈബ് സ്ഥലം. ചങ്കളെ, അപ്പൊ നിങ്ങളൊന്നും ഇങ്ങനത്തെ സ്ഥലങ്ങൾ അധികം വന്നിട്ടുണ്ടാവും കേട്ടോ. നോക്കി, ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഒരു ഹിഡൻ സ്പോട്ടുകളൊക്കെ. എന്താ വൈബ്! ഒരു തോണിക്ക് നിൽക്കണ ഒരു തോണി. പിന്നെ ഞങ്ങൾ രാവിലെ മഴയത്ത് കോട്ടൊക്കെ ഇട്ട് ഭയങ്കര രസമായി കേട്ടോ. ഇതിപ്പോ ഒരു പാടാണ്. പാടം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കണം. അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് ഈ തോടുമാണ്. എന്താ വൈബ്! അല്ലേ? ഇത്രയും സ്ഥലങ്ങളുണ്ടായിരുന്നു. നമ്മളിത് അറിഞ്ഞില്ല. നമ്മളല്ല, നിങ്ങൾ. നമ്മളെ മറുപടി അപ്പൊ വരുന്നൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ അടിപൊളി. അവിടെ ഇവിടെ ഉണ്ടാവും. ഈ മറ്റേ ഇതില്ല, തോടുള്ള മീനില്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അടിപൊളി സ്ഥലം അല്ലേ? വൈബ് സ്ഥലം ഒന്നും പറയണ്ട. എന്താണ് രാവിലത്തെ നമ്മളെ ഈ ഓരോ ഞായറാഴ്ച പ്രഭാതം നമ്മുടെ അടിപൊളി വരും കേട്ടോ. ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങൾക്ക് വരുന്നുണ്ട്. അതന്നെ നൗഫലൊക്കെ നീക്കണേ ഹൈവേ. അതന്നെയാണ് എന്തായാലും സുബേർക്ക അത് അറിഞ്ഞിട്ട് കൂടി
ഏത് പഴയ വീട്? ആകെ മൂപ്പർക്ക് ആ ഒരു വയറിനൊക്കെ അറിയുള്ളൂ. അത് ആലിക്ക് പറമ്പട് വീട്. പിന്നെ വീടുണ്ടോ? അതെ, അതൊക്കെ അറിയില്ല. വേറെ ഏതോ ഭാര്യയുടെ വീടെന്ന് പറയുന്നുണ്ട്. ഞങ്ങളറിയില്ല. മഹാമാരെ കൊടുത്തിട്ട് അപരാധം അതാണ് അവസ്ഥ. അല്ലേ ഇവിടെ ഒരു മിനിറ്റ് ആ, ഇവിടെ എത്ര ഇവർക്കാണ്ട് കുളിച്ചാലോ? ഏച്ചനും പെർമോട്ട് വന്നല്ലേ ഏത് അത് കുളി പാസ്സാക്കി. ആഴ്ച ഒരിക്കലുള്ള ശീലാണെങ്കിലും അത് എന്നായിക്കോട്ടെ. ആഴ്ച 2 പ്രാവശ്യം കുളിച്ചാൽ പരിയിരുന്നാറുണ്ട് നൗഫില്. വെള്ളം കണ്ടാ പേടിക്കുന്ന പിള്ളേര് വാടാ അതെ, തണ്ണിക്കുള്ള വാടാ, തണ്ണിക്കുള്ള തണ്ണിക്കുള്ള വാ. ആ, ഇറങ്ങി സുബർക്ക. വാ, സുബർക്ക ഇറങ്ങിയിരിക്കാണ്. ഞാനത് കുളിക്കണമെന്നില്ല, എന്റെ രാവിലത്തെ കുളി കഴിഞ്ഞാണ്. നിങ്ങൾ എന്താ ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായിപ്പോ. ആ അറ്റൻഷനിലാ നിൽക്കുന്നു പോടെ. ആ സ്ഥിരം നമ്പർ എന്ത് രസടാ. അശുദ്ധമാക്കരുതോ നമ്മുടെ പ്രകൃതി മനോഹാരിത. അതിന് പൈസ കൊടുത്താൽ മേടിച്ചാൽ കിട്ടാത്തൊരു സാധനമാണ് കൾച്ചർ. എനിക്ക് കൂടുതലാണ്. ഇടക്കിടക്കായിട്ട് ഇല പഠിക്കുള്ളൂ. അത് മാസേക്കരം, 1.5 മാസേക്കരം. അപ്പൊ ഇതാണ് ഞങ്ങളെ അയിലക്കാട് കാഴ്ചകൾ. നിങ്ങൾ വൈബല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കണേ. ഇതുപോലത്തെ വീഡിയോകൾ ഇനി ഞങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓരോ വീഡിയോക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ വൈകാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ഒക്കെ നിങ്ങളെ വാല്യുബിൾ കമൻറ്റ് എന്താണ് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇല്ലയെന്ന് പഠിക്കുക. ഞങ്ങൾ എന്ത് സ്വീകരിക്കും. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം.